കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രങ്ങളിലും മീഡിയയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമാകുമെന്നോ എന്നെയും ഒരു ക്രൂരനാക്കുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ വിശാന്ത്. ഒരു വർഷത്തെ മരുഭൂമി ജീവിതത്തിന് ശേഷം കിട്ടിയ 30 ദിവസത്തെ ലീവ് ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്കാനെത്തിയ ഒരു പ്രവാസി. അടിച്ചുപൊളി ലൈഫിൻ്റെ ഭാഗമായി എൻ്റെ ബാങ്ക് ബാലൻസ് കുറഞ്ഞതനുസരിച്ച് ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറഞ്ഞതും റെൻറ്റിനെടുത്ത ഇന്നോവയിൽ നിന്നും പിന്നീടുള്ള യാത്ര എൻ്റെ സ്വന്തം 800 മാറിയതും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. ലോങ് ട്രിപ്സ് ഒഴിവാക്കി വീട്ടിനടുത്ത് ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകളിലായിരുന്നു പിന്നീടുള്ള യാത്ര. ഒരിക്കൽ കന്യാകുമാരിയിൽ നിന്നും രാത്രിയുടെ തണുപ്പ് ഒരു പഫിനൊപ്പം ആസ്വദിച്ച് പാട്ടും കേട്ട് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു മാക്സിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു ചാക്കി കെട്ടി ആരോ റോഡിൽ ഉപേക്ഷിച്ചതാണ് അവന്. ഞാനിവിടെ ഉപേക്ഷിച്ചു പോയാൽ അടുത്ത വണ്ടി ഈ ജംഗ്ഷൻ കഴിയുന്നവരെ അവന് ആയുസുണ്ടാവുകയുള്ളൂ. പക്ഷെ ഒരു തെരുവ് നായ വളർത്താൻ വീട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു നുണക്കഥയുണ്ടാക്കി. വീട്ടിനടുത്തെ കാവിന് പുറകിൽ കഴിഞ്ഞ ദീപാവലിക്ക് വന്നു കയറിയൊരു പോമറേനിയൻ പട്ടിയുണ്ട്. അമ്മൂന്ന എല്ലാവരും അവളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ഇപ്പോൾ അമ്മൂമ്മ 1-2 കുട്ടിയുണ്ട്. അമ്മൂൻ്റെ കുട്ടിയാണെന്ന് കള്ളം പറഞ്ഞാൽ വീട്ടുകാർ അവനെ വളർത്താൻ സമ്മതിക്കും. അങ്ങനെ വീട്ടുകാരെ കൊണ്ട് മാക്സിനെ വളർത്തേണ്ട സമ്മതം ഞാൻ മേടിച്ചു. പിന്നീടുള്ള യാത്രകൾ വളരെ സന്തോഷത്തിൻ്റെ ആയിരുന്നു. കാരണം ആദ്യമായിട്ടൊരു പെറ്റിനെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റും കയ്യിലെ കാശ് നോക്കാതെ എപ്പോഴും സ്നേഹിക്കാൻ ഒരാളെന്ന സന്തോഷത്തിലും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒറ്റയ്ക്കുള്ള ബോറടിക്കുന്ന ജീവിതത്തിൽ ഒരു കൂട്ടായിരുന്നു മാക്സ്. എനിക്കവനെ വളരെ ഇഷ്ടമായിരുന്നു. ആ ഇടയ്ക്കാണ് തെരുവ് നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് പിഞ്ചു കുഞ്ഞും വൃത്തിയൊക്കെ ഇരയായത്. നമ്മുടെ സുരക്ഷിതത്തിനായി തെരുവ് നായ്ക്കളെ പൂർണ്ണമായി തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നാട് മുഴുവൻ തുടങ്ങി. ഞങ്ങളെ പഞ്ചായത്തിലും പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു. അതിൻ്റെ ഭാഗമായി മാക്സിൻ്റെ അമ്മയെന്ന് ഞാൻ വീട്ടുകാരോട് കള്ളം പറഞ്ഞ അമ്മുവിനെ ആക്രമിക്കപ്പെട്ടു. തിരിച്ചാക്രമിച്ച അമ്മുവിനെ പേ പിടിച്ചവളാണെന്ന് കടിയേറ്റവർ പറഞ്ഞു വരുത്തി. തുടർന്ന് മാക്സിനെ വീട്ടിൽ നിന്ന് കളയാൻ വീട്ടുകാർ പറഞ്ഞു. സംസാരമായി വഴക്കായി വീട്ടിലെ സമാധാനം മുഴുവൻ പോയി. ഒരു പേപ്പട്ടിയുടെ കുട്ടിയെ വളർത്താൻ പറ്റില്ലെന്ന് വീട്ടുകാർ തീർത്തു പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തെരുവ് നായ ഏറ്റെടുക്കാൻ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരും തയ്യാറായിരുന്നില്ല. 10 ദിവസത്തിനുള്ളിൽ ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ട ഞാൻ മാക്സിനെ ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി. ഒരു പട്ടിയെ തെരുവിലേക്ക് വിട്ട നാളെ മറ്റുള്ളവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് എൻ്റെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. മാക്സിനെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. മാക്സിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ ആദ്യ വഴിയായി റോഡിൽ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ നാളെ മാംസ കഷ്ണങ്ങളായി അവനെ കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആരെയും അവനും ഉപദ്രവിക്കാത്ത ഒരു സ്ഥലത്ത് പോയി ജീവിക്കട്ടെ എന്ന് കരുതി ചങ്ങാടത്തിലാക്കി പുഴയിലൊഴുക്കി. എന്നോടുള്ള സ്നേഹം കൊണ്ടാവും പുഴയുടെ ഒഴുക്ക് നീന്തിക്കടന്ന് മാക്സ് തിരിച്ചു വന്നു. തിരിച്ചു പോകാൻ 10 ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ മാക്സ് തെരുവ് നായകളുള്ള ഒരാളാവും, അതുറപ്പ്. ഭക്ഷണം കിട്ടാതെയും സ്വാതന്ത്ര്യമില്ലാതെയും കല്ലേറുകൊണ്ടും ഒരുപക്ഷെ ബൈക്ക് യാത്രക്കാർക്കൊരു പേടി സ്വപ്നമായി, ഒരു കുടുംബത്തിൻ്റെ ശാപത്തിനും കണ്ണീരിനും കാരണക്കാരനായി %80 തെരുവ് നായ്ക്കളും തെരുവിൽ ജനിച്ചവരല്ല. നമ്മളിൽ ആരൊക്കെയോ കാർബോർഡിലും ചാക്കിലുമാക്കി തെരുവിൽ ഉപേക്ഷിച്ചവരാണ്. ഒരിക്കൽ ചാക്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരും അവരുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളുമായി ഇന്നീ നഗരത്തിന് ഒരു ഭീഷണിയായിരിക്കും. അങ്ങേയറ്റം കുറ്റബോധവും വിഷമവും മനസ്സിലുണ്ടെങ്കിലും ഒരു മനുഷ്യജീവൻ്റെ രക്തക്കറ എൻ്റെ മാക്സിൻ്റെ പല്ലുകളിൽ ഒരിക്കലും പെടില്ല എന്ന വിശ്വാസത്തോടെ നരകതുല്യമായ ഒരു തെരുവ് നായയുടെ ജീവിതത്തിലേക്ക് അവനെ വിട്ടുകൊടുത്തില്ല എന്ന സമാധാനത്തോടെ ഞാൻ പോകുന്നു.